ഹലോ ഗൈസ്, അങ്ങനെ എൻ്റെ റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി. നല്ല കുഴപ്പമില്ലാത്ത മാർക്ക്, ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ, വാട്സപ്പിൽ. കുറേ ആൾക്കാർ സ്റ്റാറ്റസ് ഇട്ടിക്ക് എന്നെ വിളിച്ചിക്ക്. എനിക്ക് കുറേ ആൾക്കാർ കോൾ അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല, എന്തൊക്കെയോ തിരക്കും ഇതൊക്കെ ആയിപ്പോയി. എന്നെ കൊണ്ട് പറ്റുമോയെന്ന് എനിക്കറിയില്ലേനു, പക്ഷേ ഞാൻ പാസ്സായി ഗൈസ്. എൻ്റെ നഴ്സിങ്ങിൻ്റെ ഇതിൽ എനിക്ക് കുറേ ആൾക്കാർ എടുത്തു പറയാനുണ്ട്. ഫസ്റ്റ് തന്നെ പോകുമ്പോൾ ഇവിടെ ഏച്ചീൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും കുറേ സപ്പോർട്ട്. രാവിലെ ഏട്ടനാണേലും എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ഉള്ള ആളായിരുന്നു. ഞാൻ പോയ പാട് അവിടെ നിന്ന് ക്ലാസ്സിൽ നിന്നാണേലും ഹോസ്റ്റലിൽ നിന്നാണേലും ഫുള്ള് കരച്ചിൽ തന്നെയായിരുന്നു. അപ്പം എൻ്റെ കൂടെ അത്രയും സപ്പോർട്ട് ചെയ്ത് നിന്നത് രാവിലെ ഏട്ടനാണ്. അതേപോലെ ഫിനാൻഷ്യലി അത്ര ഒന്നുമില്ല ഞങ്ങൾ. പോകുമ്പോൾ രാവിലെ ഏട്ടൻ്റെ അവിടെ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ ഞങ്ങൾക്ക് തന്നത്. അതുപോലെ അച്ഛനും അമ്മയും ഒക്കെ കുറേ പൈസ തന്നിനും അങ്ങനെ കുറേ സപ്പോർട്ട് തന്നിക്ക്. ഒലേ ഒരിക്കലും മറക്കില്ല. പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്. അമ്മേൻ്റെ വീട്ടിൽ നിന്നാണേലും പിന്നെ അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യുന്ന പോലെ വേറെ ആരുമില്ല. അതേപോലെ ദേവു ഭയങ്കര സപ്പോർട്ട് ചെയ്തതാണ്. ദേവുവിനെ പറ്റി പറയുകയാണെങ്കിൽ ദേവു ഫിസിക്കലി ഓളെ നാട്ടിലാണേലും മെൻ്റലി ഓളെൻ്റെ കൂടെ അവിടെ മൈസൂരിൽ തന്നെയാണ്. എനിക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വിളിക്കുക ദേവുവിനാണ്. ഓള് പറയാൻ എൻ്റെ അനിയത്തിയാണ്, പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയത് ഓളാണ് ഞങ്ങളെ രണ്ടാളെ ഇടയിൽ ഏച്ചി എന്നുള്ള പോലെയാണ്. പിന്നെ അവിടെ എനിക്ക് ദേവുവിനെ പോലെ തന്നെ കുറേ അനിയത്തിമാരുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെന്താ, പിന്നെ ജുനാദ് ഖാനെ പറ്റി പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഞങ്ങളിപ്പോൾ ചെറുതായിട്ട് അടി മിണ്ടാണ്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ എന്ന് പറയുന്നത് എനിക്കിപ്പോൾ സുഖമില്ലാണ്ടായാലോ ദേവേശിൻ്റെ അടുത്ത് നിന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊണ്ടുതന്ന്. ഞാൻ ഡെങ്കിപ്പനി വന്ന് പനിച്ച് ബോധമില്ലാണ്ട് കിടന്നേരം അവിടെ തന്നെ ചിക്കൂക്കയും പാച്ചിക്ക് അതേപോലെ വിനായകേട്ടൻ, ഇമ്രാനേട്ടൻ ഇവരൊക്കെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇതാക്കി. മൈസൂർ പഠിച്ചതിൽ എനിക്ക് കിട്ടിയതിലൊന്നാണ് ജുനാദിക്ക, പാച്ചിക്ക, അതേപോലെ ഇമ്രാനേട്ടൻ. പിന്നെ കുറേ അനിയത്തിമാരുണ്ട്. ഓരോരുത്തരെ പേരെടുത്ത് അറിയാമെന്നതിൽ ഒരാളെ വിട്ടുപോയതിൽ ഇത് പ്രശ്നം. പിന്നെ റിഹാൻ നാട്ടിൽ എൻ്റെ നാട്ടിലാണ്, അമ്മേൻ്റെ വീട്ടിൻ്റെ അടുത്താണ്, അറിയുന്ന ആളാണ്. അതേപോലെ തന്നെ എനിക്ക് മൈസൂരും എനിക്കിപ്പോൾ എന്ത് പ്രശ്നമുണ്ട് ഒന്ന് രണ്ടാമത് ഓനെ വിളിക്കൂ. അതുപോലെ ജിയോ, കുറേ ആൾക്കാരുണ്ട്. എനിക്ക് പേരെടുത്ത് പറയാൻ ഞാൻ റൂമിൽ നിൽക്കേണ്ടി വന്നേരം അവിടെ കുറേ മക്കളുണ്ടായിരുന്നു. ഓരോ ഗേൾസ് PGയിൽ ജിയോ ആണ് എന്നെ ആക്കി തന്നെ. അഞ്ജലിൻ്റെ ഒക്കെ റൂമിൽ അത് നല്ല സപ്പോർട്ടായിരുന്നു. നഴ്സിങ് അങ്ങനെ പാസ്സായി, കുറേ നല്ല ഓർമ്മകളും ഇതൊക്കെ ആയി. ഇനിയിപ്പോൾ ഇൻഷാല്ലാ ഒരു ജോലിക്ക് കയറണം, സെറ്റാവണം. ജോലിക്ക് കയറി വേഗം എഡ്യൂക്കേഷൻ ലോണൊക്കെ തിരിച്ചടയ്ക്കണം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും കുറേ താങ്ക്സ് ഉണ്ട്. അതേപോലെ കോളേജിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടിയതാണ്. ഓരോ ടീച്ചേഴ്സിനെ പറയുകയാണെങ്കിലും എല്ലാ സ്റ്റേജിലും ഓരോ ടീച്ചേഴ്സും സപ്പോർട്ടായിട്ടും ഒക്കെ നിന്നിക്ക്. അങ്ങനെ നൈസായി ഇനി എവിടെയെങ്കിലും കയറി രക്ഷപ്പെടണം. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. അതേപോലെ പറയുകയാണെങ്കിൽ അപ്പുവേട്ടനും സുധിനേട്ടനും ഒരു മെൻ്റലി എൻ്റെ കൂടെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന രണ്ടാൾക്കാരാണ്. ഓരോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് ശരിയാവില്ല. ഇപ്പം അഥവാ എൻ്റെ പൈസ അത്യാവശ്യം ഉണ്ടെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അങ്ങനെയും കൂടെ നിന്ന് എന്നെ സഹായിച്ച രണ്ടാൾക്കാരാണ്. എല്ലാവരോടും സന്തോഷം. അതേപോലെ എൻ്റെ സന്തോഷം ഓരോ സന്തോഷം പോലെ കണ്ടിട്ട് കുറേ ആൾക്കാർ സ്റ്റാറ്റസും എന്നെ വിളിച്ചു മെസ്സേജ് അയച്ചും ഒക്കെ എന്നെ വിഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്നെ വിളിച്ചിട്ട് കിട്ടായിട്ട് ഇന്നലെ വിളിച്ചിട്ട് കിട്ടായിട്ട് ഇന്നും വിളിച്ച കുറേ ആൾക്കാരുണ്ട്, ഏച്ചിമാരൊക്കെ ഉണ്ട്. പ്രത്യേകം പറയാന്ന് അമ്മേൻ്റെ ഫാമിലി കുറേ ആൾക്കാർ സ്റ്റാറ്റസും ഇതൊക്കെ ഇട്ട്. അതുപോലെ അമ്മേൻ്റെ ഷോപ്പിലുള്ള ചെമ്മണ്ണൂർ ജ്വല്ലറിയുള്ള ആൾക്കാരും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നു. ചിന്നേച്ചി, രാഘേട്ടനും ആരെ എടുത്തെടുത്ത് പറയേണ്ട ആരെയെന്നറിയില്ല, എല്ലാവരും നല്ല ഇതാണ്. നാരായണ ചാച്ചേ, മാമേ ഓലൊന്നും ഒരിക്കലും മറന്നു പോയില്ല.